തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ കഴിയുമോ പെങ്ങള്? ചിരിക്കാൻ കഴിയുമോ പെങ്ങള്? എങ്കിലും നിന്നെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവേ, വെള്ള തുണികളടിയിൽ പുതച്ചു കിടക്കുമ്പോ നിന്റെ വീടിനകത്തേക്ക് ഈ നാട്ടിലെ പെണ്ണുങ്ങള് നിന്റെ ജനാസ കാണാൻ വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണിയൊന്നുയർത്തുമ്പോ അതിനടിയിൽ കിടന്ന് ചിരിക്കാ കഴിയും പൊന്നുമോള്. നിന്റെ ജനാസ കണ്ടിട്ട് നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങള് പറഞ്ഞു കൊണ്ടുപോകും, അവളുടെ ചിരി കണ്ടോ, അവള് മരിച്ചെന്ന് പറയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാൽ അതാ മരിച്ചു കിടക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് പുഞ്ചിരിയാണ്. പ്രവാചകം പഠിപ്പിക്കുന്ന പെണ്ണ് പിണങ്ങിയിരിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് പരസ്പരം പിണങ്ങുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇനി നിങ്ങൾ മിണ്ടുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭർത്താവിന്റെ പിണക്കം മാറ്റുന്ന പെണ്ണുണ്ടല്ലോ, അവൾക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് തമ്മിലടിച്ച് തീർക്കാനുള്ളതാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, കുടുംബജീവിതമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ അടിയും വഴക്കും ബഹളവും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടാകും. സ്നേഹമുള്ളിടത്തല്ലേ ഇരുണ്ടാവുകയുള്ളൂ. സ്നേഹമുള്ളിടത്തല്ലേ മഹാനായ അസ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പോലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല ആയിഷ ബീവിയോട് പോലും പ്രവാചകനെ പിണങ്ങിയിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് സ്വർഗത്തിലെ കുടുംബമാരെന്നറിയുവോ? സ്വർഗത്തിലെ കുടുംബമെന്ന് പറയുന്ന വിഷയം കേൾക്കാമെന്നവരോട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഉണ്ടല്ലോ, എല്ലാവരും ഓതുന്നവനാട്, എല്ലാവരും ഓതുന്നവനാട്. സൂറത്ത് യാസീൻ ഓതുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അതിനകത്തൊരായത്തുണ്ട്, وأزواجهم في ظلال على الأرائك متكئون